അത് ഞാൻ സന്ദീപ് വാര്യരിലേക്കാണ് പോകുന്നത്. സന്ദീപ്, മുഖ്യമന്ത്രി ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിൽ മുഖ്യമന്ത്രിക്ക് പാളിച്ചകൾ പറ്റുന്നുണ്ടോ? സ്മൃതി, ഈ തവണത്തെ അതിതീവ്ര മഴയുടെ ഇരയാക്കപ്പെട്ട ഒരു നിയോജകമണ്ഡലത്തിലെ ജനപ്രതിനിധിയാണ് ഞാൻ. കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ജനങ്ങൾക്കിടയിൽ തന്നെയാണ്. എൻ്റെ മണ്ഡലത്തിൽപ്പെട്ട തയ്യേനി എന്ന് പറയുന്ന സ്ഥലത്ത് ഉരുൾപൊട്ടലുണ്ടായി, നിരവധി വീടുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അവിടെ ദുരിതാശ്വാസ ക്യാമ്പുണ്ട്. നീലേശ്വരം മുനിസിപ്പാലിറ്റിയിലും ചെറുവത്തൂരിലും അതുപോലെ തന്നെ കയ്യൂർ ചീമേനിയിലുമൊക്കെ നിരവധി പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായിരുന്നു. അവിടെ നിന്നൊക്കെ ജനങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണ്. ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി, അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജില്ലാ ഭരണകൂടവും MLA എന്നുള്ളതൊക്കെ ഞാനും എല്ലാവരും ഒറ്റക്കെട്ടായി അവിടുത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഒരു MLA എന്നുള്ള നിലയ്ക്ക് ജനങ്ങളെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്നൊരു സാഹചര്യത്തിൽ വാസ്തവത്തിൽ രാഷ്ട്രീയം പറയേണ്ടി വരുന്നത് വിഷമകരമായിട്ടുള്ളൊരു ഘട്ടമാണ്. അത് മനസ്സിലാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ രാവിലെ എന്നെ വിളിച്ചിരുന്നു. അവിടുത്തെ സ്ഥിതിഗതികൾ അദ്ദേഹം തിരക്കി. അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തിരക്കി. അവിടെ ജനങ്ങളെ റിഹാബിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള നിർദ്ദേശം നൽകുകയും കാസർഗോഡ് ജില്ലാ കളക്ടറുമായും അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എല്ലാ പിന്തുണയും അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്ത് ആവശ്യമുണ്ടെങ്കിലും വിളിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. വലിയ പിന്തുണയാണ് മണ്ഡലത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും യുവജന സംഘടനകളും അവിടുത്തെ സന്നദ്ധ സംഘടനകളും എല്ലാവരും ഒരുമിച്ച്, അത് സാമുദായിക സംഘടനകളും വിവിധ ക്ഷേത്രങ്ങൾ, പള്ളി കമ്മിറ്റികൾ, അതുപോലെ തന്നെ ചർച്ചുകൾ, ഇവരെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ ഒരു ദുരന്തമുഖത്തെ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ദുരന്തമുഖത്ത് രാഷ്ട്രീയം പറയരുത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് രാഷ്ട്രീയം പറയുന്നത് വാസ്തവത്തിൽ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എൻ്റെ പാർട്ടിയുടെ കൂടി പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയിട്ടുള്ള അതിഹീനമായിട്ടുള്ള ഹലോ സന്ദീപ് പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞത് കേട്ടിരുന്നോ? കേൾക്കുന്നു. ഞാൻ രാഷ്ട്രീയം പറയരുത് എന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ചർച്ചയുടെ ഭാഗമായി എൻ്റെ സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും വന്ന അതിഹീനമായിട്ടുള്ള ആക്ഷേപങ്ങൾക്ക് മറുപടി പറയേണ്ട ബാധ്യത എനിക്കുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു ദുരന്തമുഖത്ത് സംസ്ഥാനം നിൽക്കുമ്പോൾ സ്വീകരിക്കേണ്ട എല്ലാ പക്വമായിട്ടുള്ള നിലപാടും സ്വീകരിച്ചുകൊണ്ട് വളരെ പക്വതയോട് കൂടിയിട്ടാണ് അദ്ദേഹം ഇതിനോടൊക്കെ പ്രതികരിച്ചിട്ടുള്ളത്. മറുപടി പറയാൻ അറിയാത്തയാളല്ല. ഈ ഏകോപനം എങ്ങനെയായിരുന്നു മുഖ്യമന്ത്രി നടത്തിയതെന്ന് വിശദീകരിക്കാമോ? കാരണം കഴിഞ്ഞ 2 സർക്കാരുകളിലും പിണറായി വിജയൻ എങ്ങനെയാണ് ഏകോപനം നടത്തിയത്? ആ രൂപത്തിലല്ല VD സതീശൻ നടത്തുന്നതെന്നാണല്ലോ പ്രതിപക്ഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. അപ്പോൾ ആ ഏകോപനം എങ്ങനെയായിരുന്നു? സാധാരണഗതിയിൽ നമ്മൾ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനങ്ങൾ എല്ലാ ദിവസവും വൈകിട്ട് കാണുന്നു. അദ്ദേഹം തന്നെ ഏറ്റവും പുതിയ വിവരങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നു. ആ രൂപത്തിലായിരുന്നു. പക്ഷേ VD സതീശൻ്റേത് മറ്റൊരു രീതിയാണ്. ആ രീതി എങ്ങനെയാണെന്ന് അങ്ങേക്ക് വിശദീകരിക്കാം. അങ്ങ് പറഞ്ഞതുപോലെ അങ്ങേ നേരത്തെ വിളിച്ചു ചോദിച്ചു. അതുപോലെ പല MLA-മാരെയും വിളിക്കുന്നുണ്ടാകാം. പക്ഷേ ഈ മരണസംഖ്യയുടെ കണക്കോ, ഏതൊക്കെ ജില്ലകളിലാണ് കുഴപ്പം, ഏതൊക്കെ ജില്ലകളിലാണ് പ്രശ്നം ഒഴിഞ്ഞത്, അങ്ങനെയുള്ള കൃത്യമായ വിവരങ്ങൾ അന്നന്ന് നൽകുന്ന രൂപത്തിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? ഈ ഏകോപനത്തിന്റെ സ്വഭാവം എങ്ങനെയാണ്? അല്ല, ഈ ഏകോപനം എന്ന് പറഞ്ഞാൽ അതാത് സമയത്തെ കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ അറിയിച്ച് പരിഭ്രാന്തരാക്കുക എന്നുള്ളതല്ലോ. അതല്ലെങ്കിൽ PR വർക്കിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതല്ല എന്നാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ നയം. ഒരു ദുരന്തമുഖത്തെ PR വർക്കിന് വേണ്ടിയിട്ടും സ്വയം പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഉപയോഗിച്ചിട്ടുള്ള നിന്ദ്യമായിട്ടുള്ള കാഴ്ച കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഞാൻ ആ രാഷ്ട്രീയം പറയാൻ ആഗ്രഹിക്കാത്തതാണ്. പക്ഷേ ഇവിടെ ഇത്ര ഹീനമായിട്ടുള്ള ആക്ഷേപം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിക്കുമ്പോൾ ഞങ്ങൾക്കത് മറുപടി പറയേണ്ടി വരികയാണ്. നോക്കൂ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എല്ലാ ദിവസവും വാർത്താ സമ്മേളനം നടത്തി ഇന്ന ദിവസം ഇന്ന് വൈകുന്നേരം കഥ കടയ്ക്കണം, മെഴുകുതിരി കൊളുത്തണം, അതല്ലെങ്കിൽ അത്തരത്തിൽ ഉപദേശങ്ങൾ കൊടുക്കുക എന്നുള്ള ഇത് അദ്ദേഹം ജനപ്രതിനിധി എന്നുള്ളതിലേക്ക് ഞാനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മണ്ഡലത്തിലെ കാര്യങ്ങൾ എനിക്കറിയാവുന്നതാണ്. ഞാനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. എൻ്റെ മണ്ഡലത്തിലെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അദ്ദേഹം ജില്ലാ ഭരണകൂടത്തെ വിളിച്ച് കൃത്യമായ നിർദ്ദേശം നൽകി. അവിടുത്തെ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള തുക അത് ഈ പ്രശ്നമുണ്ടായതിന് മണിക്കൂറുകൾക്കകം തന്നെ വരികയും അവിടെ ഭക്ഷണം കൊടുക്കാൻ, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാനുള്ള സംവിധാനങ്ങൾ പഞ്ചായത്തുകൾക്കും വില്ലേജുകൾക്കും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തിനും വേണ്ട പണം കൃത്യമായിട്ട് എത്തിച്ചു. അതുമാത്രമല്ല, അവിടെ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ AP അനിൽകുമാർ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഞങ്ങളുമായി സംസാരിച്ചു, MP-മാർ സംസാരിച്ചു. ഇവരെല്ലാവരും ഈ കാര്യത്തിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. സർക്കാർ കൃത്യമായിട്ടുള്ള സർക്കാർ മെഷീനറി എങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് അത് വളരെ കൃത്യമായിട്ട് അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ ഈ ആക്ഷേപം പറയുന്ന ആളുകൾ, ഞാൻ ചോദിക്കട്ടെ സ്മൃതി, നമ്മളെല്ലാം ഓർമ്മ മരവിച്ചു പോയിട്ടൊന്നുമില്ലല്ലോ.
ഈ നമ്മുടെ മിന്നാരം എന്നൊരു സിനിമയിൽ പപ്പു കഥകടച്ച് പിടിച്ച് നിൽക്കുന്നത് പോലെ ഡാം അടച്ചു പിടിച്ചിരുന്ന ഒരു മന്ത്രി ഉണ്ടായിരുന്നു ഇവിടെ. ഒരു കാരണവശാലും ഡാം തുറന്നു വിടില്ല എന്ന് പറഞ്ഞ് ഒരു അർദ്ധരാത്രി നമ്മളൊക്കെ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ ജലബോംബ് പോലെ കേരളത്തിലെ ഡാമുകൾ തുറന്നുവിട്ട് ആയിരക്കണക്കിന് മനുഷ്യരുടെ കൂട്ടമരണത്തിന് ഇടയാക്കിയിട്ടുള്ള ഒരു സർക്കാർ കേരളം ഭരിച്ചിരുന്നു. അന്നത്തെ അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടുണ്ട്, ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെ സിയാൻഡേജ് റിപ്പോർട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് അക്കാലത്ത് നടന്ന മുഴുവൻ പഠനങ്ങളും പറയുന്നു അശാസ്ത്രീയമായിട്ടുള്ള ഡാം തുറന്നുവിടൽ, ഒരു മുന്നറിയിപ്പുമില്ലാതെ ഡാം തുറന്നുവിട്ടതാണ് പ്രളയത്തെ ഇത്രത്തോളം ഗൗരവതരമാക്കിയതും ഡാം മാനേജ്മെന്റിൽ സംഭവിച്ച വീഴ്ചയാണ് കേരളത്തെ വലിയ പ്രളയക്കെടുതിയിലേക്ക് നയിച്ചതെന്ന് ആരുടെ കണ്ടെത്തലാണ്? ഹൈക്കോടതിയുടെ അമിക്കസ് ക്യൂറിയുടെ കണ്ടെത്തലും സിയാൻഡേജിയുടെ കണ്ടെത്തലും അതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയ സർവേ ഏജൻസികളുടെ റിപ്പോർട്ടിലും പറയുമ്പോൾ അത്രയും വലിയ കൊടിയ പാപം ചെയ്ത ആളുകൾ ഇപ്പോൾ ഇരുന്നിട്ട് ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അങ്ങനെയാണ് ഇങ്ങനെ എന്തൊക്കെയാ പറയുന്നത്? ഒരു അർത്ഥവുമില്ലാത്ത അടിസ്ഥാനരഹിതമായിട്ട് ഇഷ്ടമല്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റമെന്ന് പറയുന്ന പോലെ കേരളത്തിലെ മുഖ്യമന്ത്രിയും ഭരണകൂടത്തെയും ഇവരിപ്പോൾ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.